ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോൾ വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഞങ്ങൾ അവന്യൂ ബൈ ഡേ ടു ഡേ എന്ന് പറഞ്ഞിട്ട് ബിസിനസ് ബേയിലുള്ള ഒരു മോളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെയാണ് മേടിച്ചത് എന്നുള്ളതിൻ്റെ ഒരു കുഞ്ഞു ഹോൾ വീഡിയോ ആണ് ഇതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ലഞ്ച് ബോക്സ് ആണ്. ഇതൊരു ഗ്ലാസിന്റെ ലഞ്ച് ബോക്സ് ആണ്. ഭയങ്കര എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് ആണ്. ഇതിന്റെ ഉള്ളിൽ ഈ ഒരു സിലിക്കൺ ഈ ഒരു റബ്ബറൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ലീക്ക് പ്രൂഫ് ആണ്, മൈക്രോവേവ് സേഫ് ആണ്, നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഗ്ലാസിന്റെ ലഞ്ച് ബോക്സ് ആണ് കേട്ടോ. ഇതിന് വരുന്നത് 10.95 ആണ്. വെയിറ്റ് ഉണ്ട്, കുറച്ച് വലുതാണ്. അപ്പം ഒരു ലഞ്ച് ബോക്സ് വേണമായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇത് മേടിച്ചത്. ഇതിന് 10.95. ഇതിൻ്റെ തന്നെ ഒരു ചെറിയ സൈസ് മേടിച്ചിട്ടുണ്ട്, സെയിം. ഇതിൻ്റെ വൈറ്റ് മേടിച്ചിട്ടുണ്ട്. ഇതിന് വരുന്നത് 9.99. ഓക്കെ, ഓൾമോസ്റ്റ് 10 dirhams തന്നെയാണ്. ഈ രണ്ട് സാധനങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം. ഓക്കെ, അടുത്ത സാധനം എന്ന് പറയുന്നത് ഇതാണ്. ഇത് എയർ ഫ്രയറിൽ വെക്കുന്ന ഒരു സിലിക്കൺ ട്രേ ആണ്. അതായത് നമുക്കിപ്പം എയർ ഫ്രയർ യൂസ് ചെയ്യുന്നവർക്ക് അറിയുണ്ടാവും, നമ്മൾ എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്യുമ്പം അതിൻ്റെ ഓയിൽ അതിൻ്റെ റെസിഡ്യൂസ് ഒക്കെ ആ ഒരു ട്രേയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പേപ്പർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ക്ലീനിങ് നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സിലിക്കണിൻ്റെ ഒരു പേപ്പർ ട്രേ മേടിച്ചിട്ടുണ്ട്. ഇത് ഒരു 50 പീസസ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബോക്സിൽ 50 പീസസ് ആണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് 7.99. അപ്പോൾ ഇതാണ് ഐറ്റം. അടുത്തത് ഇതാണ്. ഇത് ഒരു സ്ട്രെയിനർ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ വലുതാവും. കണ്ടോ, ഇത്രയും വലുതാവും. അപ്പോൾ ഇതിൻ്റെ അടിയിൽ മൊത്തം ഹോൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രെയിൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്. നിങ്ങളുടെ യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ കൊളാപ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയായിട്ട് നിൽക്കും. സോ ഇത്രയേ അപ്പോൾ വരുന്നുള്ളൂ. കണ്ടോ, ഈ ഒരു സൈസേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 4.95. ഓക്കെ, അപ്പം അതാണ് ഇത്. ഫ്രയറിലൊരു കപ്പ് കേക്ക് ഉണ്ടാക്കി നോക്കണം, മഫിൻസ് ഉണ്ടാക്കി നോക്കണം എന്നൊക്കെയുള്ള ഒരു പ്ലാനിലാണ് ഇത് മേടിച്ചത്. അപ്പോൾ ഇതാണ് കപ്പ് കേക്ക് മോൾഡ്. കപ്പ് കേക്ക് ഉണ്ടാക്കാനുള്ളൊരു കപ്പാണ് കേട്ടോ ഇത്. പേപ്പർ കപ്സ് ആണ്. ഒരു 250 എണ്ണം ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 4.95. അടുത്ത ഐറ്റം ഇതാണ്. ഇതൊരു സ്പ്രേ ബോട്ടിലാണ്, ഓയിൽ സ്പ്രേ ബോട്ടിലാണ്. ഇപ്പം ഞാൻ എഗെയിൻ എയർ ഫ്രയർ യൂസ് ചെയ്യുന്ന കാരണം ബ്രഷ് വെച്ചിട്ട് നമുക്ക് എണ്ണ തടവി കൊടുക്കാം ആ ഫുഡ് ബാസ്ക്കറ്റിൽ. പക്ഷെ ഞാൻ ജസ്റ്റ് സ്പ്രേ ആണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സ്പ്രേ ബോട്ടിൽ മേടിച്ചിട്ടുണ്ട്. ഇത് ഗ്ലാസിൻ്റെ ബോട്ടിലാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഗ്ലാസിൻ്റെ ബോട്ടിലാണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓയിൽ ഫില്ല് ചെയ്യാം. അതിന് ശേഷം ക്ലോസ് ചെയ്ത് വെക്കാം. ആൻഡ് ദെൻ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ സ്പ്രേ ചെയ്യാൻ പറ്റും. എനിക്കിതിന് കളർ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇതിൻ്റെ 3 കളേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു റോസ് ഗോൾഡ്, ഒരു ഗോൾഡ്, ഒരു സിൽവർ. പിന്നെയും എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് റോസ് ഗോൾഡ് ആണ്. പക്ഷെ ഞാൻ സെലക്ട് ചെയ്ത പാക്കേജിൽ ഇതായിരുന്നു വന്നത്. ഞാൻ അതിൻ്റെ കളർ ശ്രദ്ധിച്ചില്ല. അപ്പോൾ പാക്ഡ് പീസ് എടുത്തപ്പം ഈ ഒരു കളറാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 4.95. ഈ ഒരു കുഞ്ഞ് ഡെക്കോർ ഐറ്റമാണ്. ഇത് എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടം തോന്നിയിട്ട് മേടിച്ചതാണ്. ഇതൊരു കണ്ടോ, ഇതുപോലെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ്. ജസ്റ്റ് ഒരു ഷോ പീസ് ആയിട്ട് വെക്കാമെന്ന് വെച്ച് മേടിച്ചതാണ്. ഇതിന് വരുന്നത് 10.99. അടുത്തത് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കോഡ് സെറ്റ് ആണ്. അപ്പം ഇതാണ് ഇതിൻ്റെ പാൻറ് വരുന്നത്. ഇതിൻ്റെ പാൻറ്റും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ടോപ്പ് വരും. ഇതാണ് ടോപ്പ് വരുന്നത്. ഇതിൻ്റെ സ്ലീവ്സ് നല്ല എന്താ പറയുക, ബെൽ സ്ലീവ്സും പഫ് സ്ലീവ്സിൻ്റെയും ഒരു കോമ്പിനേഷൻ പോലെ എന്താ പറയുക, ഇങ്ങനെ നല്ല
നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ളൊരു സ്ലീവ്സ് ആണ്, പക്ഷെ അറ്റത്ത് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ത്രെഡ് വർക്ക് ആണ് ഇതിൻ്റെ മേലെ വരുന്നത്. അപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ത്രെഡ് വർക്ക് ആണ്. ഒരു വൈറ്റ് ആൻഡ് ബ്രൗൺ ത്രെഡ് വർക്ക് ആണ് വരുന്നത്. അങ്ങനെ ഭയങ്കര ട്രാൻസ്പെറൻറ്റ് ഇതിന്റെ പ്രൈസ് വരുന്നത് 98 dirhams. അത് ഒരു കോർസെറ്റ് തന്നെയാണ്, ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് കോർസെറ്റ് ടോപ്പ്. ഇതിന്റെ നല്ല സ്ലീവാണ്, പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ഓക്വേർഡായിട്ട് തോന്നുന്ന പോലത്തെ സ്ലീവ്സ് ഒന്നും അല്ല. അത് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. ഞാൻ ഇതിൻ്റെയൊക്കെ ട്രയൽ ചെയ്തതിൻ്റെ ലൈനിങ്ങും ഈ പറഞ്ഞ പോലെ ഇത്രയും വരുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടം വരെ ലൈനിങ് ഉള്ളൂ, താഴോട്ട് ലൈനിങ് ഇല്ല. പക്ഷെ അത്ര ഭയങ്കര ട്രാൻസ്പെറൻറ്റും അല്ല. വേണമെങ്കിൽ ഒരു പാൻറ് കഴുകിയിട്ടിട്ട് ഇതും എലാസ്റ്റിക് ആണ് വേസ്റ്റ് വരുന്നത്. ഇതുപോലെ സ്ട്രെച്ചബിൾ ആണ്, നല്ലൊരു മെറ്റീരിയൽ ആണ്. മെറ്റീരിയലാണ് വരുന്നത്. ഇതെപ്പോഴും എനിക്ക് നല്ല ഇഷ്ടമായി. ഇതിന് വരുന്നത് 98 dirhams ആണ്. പിന്നെ നിതിൻ 2 ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. 35 dirhams എന്തോ ആണ് ഇതിന് വരുന്നത്. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഷോർട്സ് ആണ്, അത്യാവശ്യം തിക്ക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇത് വീട്ടിലിടാൻ വേണ്ടി മേടിച്ചതാണ്. വേസ്റ്റ് ഇലാസ്റ്റിക് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഷോർട്സ് ആണ് കേട്ടോ ഇത്. ഇതിൻ്റെ പ്രൈസും ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. അതിൻ്റെ തന്നെ സെയിം ഒരു കളർ ചേഞ്ചും കൂടി എടുത്തിട്ടുണ്ട്, ഗ്രേ. ഇതും എഗെയിൻ വീട്ടിലിടാൻ മേടിച്ചാണ്, പക്ഷെ നല്ല എന്താ പറയുക ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ്. ഇത്രയും സാധനങ്ങൾ പർച്ചേസ് ചെയ്തപ്പോൾ ഞങ്ങളുടെ ബിൽ എമൗണ്ട് ഓൾമോസ്റ്റ് 291 dirhams വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അവർ ഫ്രീ ആയിട്ട് ഒരു ഹെയർ ഡ്രയർ തന്നിട്ടുണ്ട്. വലിയ ബ്രാൻഡഡ് ഹെയർ ഡ്രയർ ഒന്നുമല്ല, പക്ഷെ എന്നാലും നമുക്കൊരു ഫ്രീ ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പം അതുപോലെ ഒരു ഫ്രീ ഹെയർ ഡ്രയർ തന്നിട്ടുണ്ട് ഗിഫ്റ്റായിട്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഹോൾ വീഡിയോയിൽ ഞങ്ങൾ മേടിച്ച സാധനങ്ങളും അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ. ഈ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻസിൽ പറഞ്ഞാൽ മതി, എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ. അപ്പം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.